ഹായ് ഓൾ അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും 6 മാസത്തോളമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഒരു വീഡിയോ ആണ്. അതായത് നമ്മുടെ ഹോം ടൂറാണ് ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. പണി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല, പക്ഷേ കഴിഞ്ഞിടത്തോളം അത്യാവശ്യം എല്ലാം ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ആ പഴയ മുമ്പ് ഞാൻ കാണിച്ചത്, നമ്മുടെ വർക്ക് കഴിയണതിന് മുമ്പ് കാണിച്ചതും ഇപ്പോഴും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം കേട്ടോ, എത്രത്തോളം മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത്. ഈ വീഡിയോ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം വരുന്നത്. ഇതുപോലെ ഇതെല്ലാം തന്നെ തേക്കിൻ്റെ വുഡായിരുന്നു. പിന്നെ ഞാൻ അതിനെ ഒരു എന്താ പറയുക, ഒരു ഇംഗ്ലീഷ് തീമിലേക്ക് മാറ്റിയതാണ് കേട്ടോ മൊത്തത്തിൽ ചെയ്ത് വെച്ചത്. നമ്മുടെ ഫ്രണ്ട് ഡോർ, മെയിൻ ഡോറിൽ നിന്ന് വ്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി സൈഡൊക്കെ കുറേ ചെടികളും കാര്യങ്ങളും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാളും നല്ല അടിപൊളി ഒരു ലുക്കായിരിക്കും നമ്മുടെ വീടിന് ഉണ്ടാവുക. പിന്നെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ വീട് വാങ്ങാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ പറയണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ചിലപ്പോൾ ഈ വീട് സെയിൽ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ വീട് സെയിൽ ചെയ്യും എന്നുള്ളത് കേട്ടോ. ഏതാണോ നടക്കുന്നത് അങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതേ മെയിൻ ഡോറ്, ഇങ്ങനെ 2 മെയിൻ ഡോറാണ് വരുന്നത്. ഇത് ഒരെണ്ണം. ഇതാണ് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. എല്ലാം തന്നെ നല്ല തേക്കിൻ്റെ ഡോറുകളാണ് കേട്ടോ ഉള്ളത്. പിന്നെ നേരെ എൻ്ററായി കഴിഞ്ഞാൽ വലിയൊരു ഹോളാണ്. പിന്നെ ഈ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് എത്രയെന്നൊക്കെ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം കേട്ടോ. ഇത് വന്നിട്ട് ഡൈനിങ് ഹാളായിട്ടാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ആൻഡ് ലിവിങ് സ്പേസ് ആണ് കേട്ടോ ഇതിൽ വരുന്നത്. ഇവിടെ തന്നെ ഒരു ക്രോക്കറി യൂണിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ അതിൻ്റെ ഒരു വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. ഈ ഭാഗം ലിവിങ് സ്പേസ് ആയിട്ടും, പിന്നെ ഇത് വന്നിട്ട് ഒരു ലിവിങ് ആണ്, ആക്ച്വലി ഒരു ഹോളാണ് കേട്ടോ അപ്പുറത്ത് കണ്ടത്. പിന്നെ ഇത് നമ്മുടെ സ്റ്റെയർ കേസിൻ്റെതാണ്. ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ തേക്കിലാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കളറ് നമ്മൾ മാറ്റിയിട്ടില്ല കേട്ടോ. അതേപോലെ സ്റ്റെപ്സ് ഓൾസോ തേക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ നല്ലൊരു വ്യൂ കാണിച്ചു തരാം. ഇതുപോലെയാണ് വരുന്നത്. മുകളിൽ ഫുള്ളായിട്ട് നമ്മൾ നമ്മുടെ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. താഴെ തന്നെ നമുക്ക് ധാരാളമാണ്. പിന്നെ പുറത്തുനിന്ന് ഇതുപോലെ ഈ ഒരു ലിവിങ്ങിലേക്ക്, അതായത് മറ്റത് ഫാമിലി ലിവിങ് ആയിട്ടും ഇത് നമ്മൾ പെട്ടെന്ന് പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ ഉള്ളൊരു ലിവിങ് ആണ്. പക്ഷെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇതൊരു ബെഡ്റൂമായിട്ടാണ്. ഇപ്പോൾ ഡോക്ടേഴ്സോ അങ്ങനെ ആരെങ്കിലും ഓഫീസൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊരു ഓഫീസ് റൂമായിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു 2 എൻട്രൻസാണ് നമ്മുടെ വീട്ടിലേക്ക് ഉള്ളത്. ഇവിടെ നിന്ന് നമ്മുടെ വീടിനകത്തേക്ക് പോകാനുള്ള ഒരു ഡോറും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു റൂമായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വീഡിയോയിൽ അറിയുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കി ഈ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം, കറക്റ്റാണോ എന്നുള്ളത് നോക്കാമല്ലോ. പിന്നെ ഇവിടെ നിന്ന് നമുക്കിങ്ങനെ നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക് എൻ്റർ ചെയ്യുന്ന രീതിയിലുള്ള ഡോറാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വീടിനകത്ത് മൊത്തം ശരിക്കൊന്ന് നോക്കിയാലോ. ഫ്രണ്ട് വ്യൂ നല്ല അടിപൊളിയാണ്. നമുക്കിങ്ങനെ ഇവിടേക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഈ വീടിനൊരു ഹൈലൈറ്റും കൂടി ഉണ്ട്, ഒരു കുളമുണ്ട്. അതെവിടെ നിന്നാണ് കാണുക എന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു ഈവനിങ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പേസാണ് കേട്ടോ അത്. ഇനിയിപ്പോൾ ഇപ്പുറത്ത് വശത്തിലൂടെ നമുക്ക് വീടിനകത്തേക്ക് കടക്കാം. ഇവിടെ നിന്ന് നമുക്ക് ഈ കാണുന്ന ഡോറ് നമ്മുടെ കിച്ചണിലേക്ക് പോകാനുള്ള ഒരു ഇതാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഫസ്റ്റ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം കാണാം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ആ ഒരു മാസ്റ്റർ ബെഡ്റൂം. ഇതിലും നമ്മൾ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിന് ശേഷമുള്ള ലുക്കാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ബാത്റൂം അത്യാവശ്യം നല്ല വലുപ്പത്തിലായിരുന്നു. അപ്പം നമ്മളതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് എന്താ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കാണാം. പിന്നെ ഈ റൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ഒരു ബെഡ്റൂമിൻ്റെ ഒരു 2 ഇരട്ടിക്ക് വലുപ്പമാണ് ഈ റൂമിനുള്ളത്. പിന്നെ നല്ലോണം കാറ്റും വെളിച്ചവും കിടക്കുന്ന രീതിയിൽ ഒരു സൈഡ് ഫുള്ളായിട്ട് വിൻഡോസാണ് ഉള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ ഒരു സൈഡ് ബാത്റൂം ഫുള്ളായിട്ട് ഉണ്ടായിരുന്നതാണ്. അതിപ്പോൾ ഞാനൊരു വാക്ക് ഇൻ വാർഡ്രോബ് എന്ന രീതിയിലേക്ക് ഈ ഒരു ഭാഗം മൊത്തത്തിൽ ഇങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ റൂമിൻ്റെ ഒരു ഹൈലൈറ്റ് ഈ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ. കാണാനും നല്ല ലുക്കായിട്ട് എനിക്കങ്ങനെ തോന്നുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ഇവിടെ ഒരു ഹാഫായിട്ട് മിറർ കൊടുത്തിട്ടുണ്ട്.
നമുക്ക് റെഡി ആവാനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ബാത്റൂമിൻ്റെ അടുത്ത് ഡ്രോയേഴ്സ് കൊടുത്തത് നമുക്ക് ഡ്രസ്സ് പെട്ടെന്ന് വന്ന് മാറാനും ആ ഒരു ഉപകാരത്തിനൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ബാത്റൂമിൽ ടബ് കാര്യങ്ങൾ ഒക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നമ്മൾ ബാത്റൂം ചെറുതാക്കിയാലും സ്പേഷ്യസ് ആയിട്ടുള്ള നോർമലി ഒരു വീട്ടിലുണ്ടാവേണ്ട ആ ഒരു വലുപ്പത്തിലുള്ള ബാത്റൂം തന്നെയാണ്. ഫുള്ളി വോളിലെല്ലാം ടൈല് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് തുറന്ന ഉടനെ നമുക്കിങ്ങനെ വന്ന് ഇപ്പുറത്ത് ബാത്റൂമിലേക്ക് ആവശ്യമുള്ള ടവൽസ് ബ്രഷൊക്കെ നമ്മൾ പുറത്താണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല തേക്കിൻ്റെയും ഗ്ലാസും കൂടെ ഫിനിഷ് വരുന്ന ഡോറാണ് അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ചെറിയ ഇതിൽ കൂടെ ഉള്ളിൽ കാണും. അത് നമ്മളെന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ബെഡ്റൂമിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഭാഗം ശരിയാണോ നോക്കണം. പിന്നെ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് അതായത് ഡൈനിങ് ഹാളിൽ നിന്ന് നമുക്ക് ബെഡ്റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ബെഡ്റൂം. ഈ വീട് ഫസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഒരു വലിപ്പം തന്നെയാണ്. അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള അടിപൊളി ഒരു ബെഡ്റൂമാണ്. ഇതിൻ്റെ ഒരു കോർണറിൽ നമുക്ക് ടീപ്പോയി കാര്യങ്ങളൊക്കെ സെറ്റിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത്രത്തോളം സ്പേഷ്യസ് ആണ് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് കിച്ചൻ്റെ ഭാഗത്തിലേക്ക് കടക്കാം. ഇതിന് 2 ഡോറാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഹാളിൽ നിന്ന് എൻ്റർ ചെയ്യുന്ന പോലെയും അതേപോലെ ഡൈനിങ് ഹാളിൽ നിന്ന് എൻ്റർ ചെയ്യുന്ന പോലെയും. ഇത് വന്നിട്ട് ഞാൻ എൻ്റെ ഷൂട്ടിൻ്റെ ആവശ്യത്തിനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കിച്ചനാണ്. ഒരു ഡ്രൈ കിച്ചൺ പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മേലെ മൊത്തത്തിൽ ഷെൽഫുകൾ ഈ ഒരു എന്താ പറയുക 3 സൈഡും ഫുള്ളായിട്ട് ഷെൽഫ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതുമെല്ലാം തേക്കിൻ്റെ തന്നെയാണ്. നമ്മൾ വൈറ്റ് ഫിനിഷിലേക്ക് മാറ്റിയിരിക്കുകയാണ് കേട്ടോ. സീലിംഗ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. സീലിംഗ് അതേപോലെ തന്നെ വിട്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു സൈഡ് നമ്മളൊരു റാക്ക് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കുട്ടികളുടെ ലഞ്ച് ബോക്സസ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നമുക്ക് നല്ലോണം ഉണ്ട് ഈ വീട്ടിൽ കേട്ടോ. നമുക്ക് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു വെക്കാൻ പാകത്തിനൊക്കെ ഉണ്ട്. പിന്നെ ഞാനൊരു ഐലൻഡ് പോലെ എൻ്റെ ഒരു ടേബിളാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഷെൽഫ് ഉണ്ടായിരുന്നു, ഓപ്പണായിട്ട് ഉണ്ടായിരുന്നു. അത് ഞാൻ ഓപ്പണായിട്ട് തന്നെ കുറച്ച് നല്ല ഭംഗിയുള്ള നമ്മുടെ കിച്ചൺ ഐറ്റംസൊക്കെ അവിടെയാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു വ്യൂ കിട്ടും. കിച്ചണിലേക്ക് എൻ്റർ ആയ ഉടനെ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു വ്യൂ നമുക്ക് അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ഓപ്പണായിട്ട് വെച്ചാൽ തന്നെ അങ്ങനെ കിട്ടും. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ പ്രൊവൈഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വർക്കിംഗ് കിച്ചൺ ഉണ്ട്. അതിലേക്ക് എൻ്റർ ആവാം. ഇതിൽ കൂടെ തന്നെയാണ് അങ്ങോട്ടേക്ക് പോകേണ്ടത്. ഇതാണ് നമ്മുടെ മെയിനായിട്ടും നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു കിച്ചൺ എന്ന് പറയുന്നത്. അവിടെയും കുറേ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിൽ താഴെയും ഏറ്റവും മുകളിലും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിൽ എന്ന് പറയുമ്പോൾ നമ്മളധികം യൂസ് ചെയ്യാത്ത പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ വെക്കാനാണ്. പക്ഷെ നമ്മളിപ്പോൾ അവിടെ ഒന്നും വെച്ചിട്ടില്ല. ഇതും നമ്മൾ വൈറ്റിലേക്ക് മാറ്റിയതാണ്. വുഡൻ ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പുറത്ത് അതേപോലെ ഒരു ഷെൽഫും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചൺ അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള ഒരു കിച്ചൺ തന്നെയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നാനോ വൈറ്റ് കൗണ്ടർ ടോപ്പ് ആക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഗ്രാനൈറ്റ് ബ്ലാക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടുന്ന് നേരെ നമ്മൾ പോകുന്നത് ഒരു വർക്കിംഗ് ഏരിയയിലേക്കാണ്. ചെറിയൊരു വർക്കിംഗ് സ്പേസ്. അവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കോമൺ ആയിട്ട് ഒരു ബാത്റൂമും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് വീട്ടിലേക്ക് പുറത്തുനിന്നൊക്കെ ഗസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഒരു വാഷ് ഏരിയ വേണമല്ലോ. അപ്പോൾ അങ്ങനെ അതും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം. അവിടെ കുറേ സർപ്രൈസസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നോർമലായിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ അല്ല ഇത് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നമുക്ക് വലിയ ഫാമിലിക്കൊക്കെ താമസിക്കാനും അല്ലെങ്കിൽ വല്ല ബിസിനസ് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് മേലത്തെ ഒരു ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വോള് മൊത്തം വുഡൻ പാനലിങ് ചെയ്തിട്ടുണ്ട്. സോ ചൂടധികം അറിയാതിരിക്കാനും വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇതും നമ്മൾ താഴെ കണ്ട പോലെ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. അവിടെ നിന്ന് ഇത്രയും ബെഡ്റൂമിൻ്റെ അത്രയും സ്പേസിനുള്ള ഒരു ബാത്റൂം അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാത്റൂം ഞാനിപ്പോൾ കാണിക്കുന്നില്ല, കുറച്ച് പണികൾ ബാക്കിയുള്ളതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു 2 വലിയ വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബെഡ്റൂമിനകത്ത് തന്നെയാണ് ഈ ഒരു സ്റ്റെയർ കേസ് ഉള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബെഡ്റൂമിനകത്ത് എന്താണെന്നുള്ളത്.
ഒരു ഡബിൾ സ്റ്റോറി പോലെയാണ് ഇവർ ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. നമുക്ക് താഴെ കിടക്കാനും മുകളിൽ ജിം ചെയ്യാനോ അല്ലെങ്കിൽ ടി വി കാണാനോ അല്ലെങ്കിൽ റീഡിങ്ങോ അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സെപ്പറേറ്റ് സ്പേസ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഡ്രസ്സിങ് ഏരിയ ആക്കിയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ ബെഡ്റൂമിനകത്ത് തന്നെ മുകളിലൊരു സ്പേസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും ഒരു ബാൽക്കണി സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ ബെഡ്റൂമും സെയിം ഇതേപോലെയാണ്. സോ അവിടെ നിന്നും എൻ്റർ ആവാൻ പറ്റുന്ന രീതിയിൽ ഒരു എൻട്രൻസ് ഈ ബാൽക്കണി സ്പേസിനും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഈ വീട്ടിലെ ഒരു ഹൈലൈറ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഫസ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനാവും, ഏതിൽ കൂടെ നമ്മൾ കയറി ഏതിൽ കൂടെ ഇറങ്ങിയെന്ന് മനസ്സിലാവാത്ത രീതിയിൽ. ഇത് അപ്പുറത്തെ ബെഡ്റൂമിലെ മുകളിലത്തെ സെക്ഷനാണ് ആ തുണികളൊക്കെ വെച്ചിട്ട് കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതേ കണ്ടില്ലേ, ഒരു ബെഡ്റൂമിൻ്റെ മുകളിൽ തന്നെ മറ്റൊരു ബെഡ്റൂം എന്നല്ല ഒരു സ്പേസ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. സോ ഇനി നമുക്ക് അടുത്ത ബെഡ്റൂം കാണാം കേട്ടോ. ഇത് ബെഡ്റൂമിൻ്റെ ആ ഒരു വ്യൂ കാണിച്ചു തന്നാണ് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. ഇനി നെക്സ്റ്റ് ബെഡ്റൂം അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയും ഈ ബെഡ്റൂമിനകത്ത് മുകളിലേക്ക് കയറാനുള്ള സ്പേസും അതേപോലെ മുകളിൽ നമുക്ക് ടി വി യൂണിറ്റോ അല്ലെങ്കിൽ റീഡിങ് സ്പേസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള സംവിധാനമുണ്ട്. ഞാൻ ഇതിൻ്റെ താഴെയാണ് ഈ ഒരു സ്പേസൊക്കെ എൻ്റെ ബിസിനസ് ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ലഞ്ച് ബോക്സസ്, നമ്മുടെ ബദാം പിസിൻ, അതുപോലെ ഞാൻ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്ന നമ്മുടെ കത്തി എല്ലാം തന്നെ ഇവിടെ നിന്നാണ് പണികളൊക്കെ നടക്കുന്നത്. സ്റ്റാഫ് ഹാളിലിരുന്നിട്ട് ഓർഡർ എടുക്കും, പിന്നെ ഇവിടെ വന്നിട്ട് പാക്ക് ചെയ്യും. അങ്ങനെയൊക്കെ ഇവിടെ ഒരു ബാത്റൂമും കൂടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഈ ബിസിനസ്സൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്തുകൊണ്ടും ഇത്രയും വലുപ്പത്തിലുള്ളൊരു റൂം വേണം. ഇത് അടുത്തൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂം പക്ഷേ സിംഗിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ അതുപോലെ അപ്സ്റ്റെയർ ഇല്ല, കയറാനില്ല. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ബെഡ്റൂം തന്നെയാണ് ഇതും. ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഗസ്റ്റ് ബെഡ്റൂമായിട്ടോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഇത് ബാത്റൂമാണ്. ഈ ബാത്റൂം ലോക്ക്ഡ് ആയതുകൊണ്ട് എനിക്ക് കാണിക്കാനായിട്ട് പറ്റാത്തത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മുകളിലെ തേർഡ് ബെഡ്റൂം. താഴെ അപ്പോൾ 2 ബെഡ്റൂമായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ആ ഒരു സ്പേസാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആ ഒരു സർപ്രൈസ് സംഭവം ഉള്ളത്. ഇവിടെയൊക്കെ നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിസോർട്ടിൽ പോയിരുന്നൊരു ഫീലായിരിക്കും കിട്ടുക. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ ആ ഒരു വ്യൂവും വൈകുന്നേരത്തെ ഒരു കട്ടൻ ചായയും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റായിരിക്കും. ഞാൻ ഇടയ്ക്ക്, അതായത് 1-2 പ്രാവശ്യം മാത്രം അവിടെ വന്നിരുന്നിട്ടുള്ളൂ. ഇരിക്കുന്ന സമയത്ത് നല്ലൊരു വൈബായിരിക്കും. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സ്പേസ്. പക്ഷെ വന്നിരിക്കാനുള്ളൊരു സിറ്റുവേഷൻ ഇതുവരെ അങ്ങനെ ഒരു സമാധാനപരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളൂ. അപ്പോഴേ നമ്മുടെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് ഞാൻ ഇത്ര നേരം പറഞ്ഞില്ലല്ലോ. നമ്മുടെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് 5500 സ്ക്വയർ ഫീറ്റിൻ്റെ കൂടുതലുണ്ട്. 6000 സ്ക്വയർ ഫീറ്റോളം ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാഹ് ബൈ ബൈ, ടേക്ക് കെയർ.